അസ്സലാമലൈക്കും. ഇന്നിതാ മൂന്നാമത്തെ നോമ്പ് തുറയായിട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് നോമ്പ്. സോനു വന്നിട്ട് കാറ്ററിങ് പോയിക്കാണ്. അപ്പോൾ അവന് നാളെ വരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ നോമ്പ്. പിന്നെ റീനും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് എന്താ ഉണ്ടാക്കാനും തോന്നണില്ല. അപ്പോൾ ഞാൻ ദോശമാവ് ഉണ്ട് കേട്ടോ. ദോശമാവ് ഉണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ, പിന്നെ കുറച്ച് ചട്നി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഈ നോമ്പ് തുടങ്ങിയപ്പോൾ ഒരു ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ചോറ് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ പെലച്ചയ്ക്ക് ചോറാക്കാമെന്ന് പറഞ്ഞിട്ട് മുരിങ്ങൻ്റെ ഇല വെള്ളത്തിൽ വെക്കണം, പിന്നെ ചോറ് വെക്കണം, പിന്നെ ഉണക്കമീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പൊരിക്കണം, പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് ഇന്ന് പെലച്ചയ്ക്ക് ഉഷാറാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബജ്ജി മാവൊക്കെ ഞാൻ കടയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ ബജ്ജി മാവ് മേടിച്ചു കേട്ടോ. ബജ്ജി എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാനുള്ളൊരു മൂഡില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ, പിന്നെ വീണ്ടും അങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അവന് പഴംപൊരിക്കാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ എൻ്റെ വല്യപ്പ പള്ളിയിൽ കഞ്ഞി മേടിക്കാൻ പോയിട്ട് വരുമ്പോൾ എനിക്ക് കടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 കടി വാങ്ങാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കടിയൊക്കെ വാങ്ങിയിട്ട് ആര് തിന്നാനാ. അപ്പോൾ 2-3 കടി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പ് തുറ ആയിട്ട് ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച്, പിന്നെ നാരങ്ങ ജ്യൂസൊന്നും അടിച്ചില്ല കേട്ടോ. തണുപ്പ്, എനിക്ക് തൊണ്ടവേദന. അപ്പോൾ ഞാൻ നല്ല ചൂടോടുക്ക് ഒരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസും കുടിച്ച് പിന്നെ അങ്ങനെ നോമ്പ് തുറന്നിട്ട് ഞാനും എൻ്റെ റീനുവും കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറന്നിട്ടാണ്. വലിയ ആഡംബര നോമ്പ് തുറയുന്നില്ല കേട്ടോ. ഞങ്ങളുടേതായിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള നോമ്പ് തുറയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും, ഒന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ കടിയും ചായയൊക്കെ കുടിച്ചപ്പോൾ ഫുള്ളായിട്ട് പിന്നെ ഒന്നും വേണ്ട. പിന്നെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഊത്തപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ.